വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ രജിസ്ട്രേഷനെ കുറിച്ചാണ് അല്ലേ, GSTയുടെ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. വൺസ് അഗെയിൻ കമ്പൽസറി രജിസ്ട്രേഷൻ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബേസ്ഡ് ഓൺ ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. ആൻഡ് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പുകളാണ് ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞ വീഡിയോ തൊട്ട് നമ്മൾ കമ്പൽസറി രജിസ്ട്രേഷൻ്റെ തന്നെ ട്രാൻസാക്ഷൻ ബേസ്, ദാറ്റ് മീൻസ് അവിടെ ടേൺ ഓവർ നോക്കേണ്ട, ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഫസ്റ്റ് വൺ ആദ്യത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ഏതായിരുന്നു, ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം അല്ലെ. പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ പോയിന്റ്സിനകത്തുള്ള വ്യത്യാസം പോലും നമുക്ക് ഈ പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ഈ പ്രാക്ടിക്കൽ എക്സാമ്പിൾസിനെ വല്ലാതെ ബാധിക്കും. നിങ്ങൾക്ക് അത് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതാ സർവീസിന്റെയും ഗുഡ്സിന്റെയും എല്ലാം ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് പറഞ്ഞത്. ഈ വീഡിയോക്കകത്ത് നമ്മൾ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോണേ. ദാറ്റ് മീൻസ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അവിടെ ടേൺ ഓവർ നോക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നമ്മളൊരു 10 കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. ട്രാൻസാക്ഷൻ ബേസിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു 10 കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനകത്ത് രണ്ടാമത്തെയാണ് നമ്മളിപ്പോൾ പറയാൻ പോണേ, ദ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ, സെക്ഷൻ 2 സബ്സെക്ഷൻ 20. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്. അത് എന്താണെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. എന്താ, അതായത് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറി, അവിടെ നമുക്ക് എന്തില്ല, സ്വന്തമായിട്ട് ഒരു പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ആ സ്റ്റേറ്റിനകത്തില്ല. പക്ഷേ വളരെ കുറച്ച് കാലത്തേക്ക് ടെമ്പററി ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട് ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ കേരളത്തിലാണ്, ഇപ്പോൾ തമിഴ്നാട് ഏതെങ്കിലും ഒരു ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ ഒരു 15-20 ദിവസത്തെ ഒരു ബിസിനസ് നമുക്ക് നടത്തണം. അവിടെ പോയി നടത്തുവാണെങ്കിൽ അത് വേറെ സ്റ്റേറ്റ് ആയി അല്ലെ. അവിടെ പോയിട്ട് നമ്മൾ GST എടുക്കണം. സോ അങ്ങനെ അവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് മീൻസ് ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലോ പോയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയണേ. നമുക്ക് നോക്കാം. ഓക്കെ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മീൻസ് എ പേഴ്സൺ ഹു ഒക്കേഷണലി അണ്ടർടേക്സ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഇൻ ദ കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടോ ആവാം. Whether as a principal or agent or in any other capacity in a state or union territory where he has no fixed place of business. അതാണ് ശ്രദ്ധിക്കേണ്ടത്. In a state or a union territory where he has no fixed place of business. അവിടെ നമുക്ക് എന്തില്ല, ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് അവർ തന്നിരിക്കണേ. മനസ്സിലായോ? മിസ്റ്റർ TYN when coaching and supply taxable services for ₹50,000. അതായത് മിസ്റ്റർ TYN സപ്ലയർ ഓഫ് ടാക്സബിൾ സർവീസസ്, ടേൺ ഓവർ 6 lakh ആണ്, ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അറ്റ് ചെന്നൈയിലാണ് ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉള്ളത്. അങ്ങേരെ എങ്ങോട്ട് പോണേ, ഇസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ ഇൻ കേരള അല്ലെ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ. കേരള ഈവൻ ഇഫ് ഹിസ് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഈസ് ₹6,50,000. ദാറ്റ് മീൻസ് അങ്ങേര് തമിഴ്നാടുവിൽ നിന്ന് എങ്ങോട്ട് വരണതാ, കേരളത്തിലോട്ട് വരണതാ. സിറ്റുവേഷൻ മനസ്സിലായി? തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരികയാണ്. സോ കേരളത്തിൽ അങ്ങേർക്ക് എന്തില്ല, ഒരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ പോലും നോക്കി, കാഷ്വൽ ഈസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ ഇൻ കേരള. മനസ്സിലായി? കേരളത്തിൽ എന്തായിട്ട് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്നത് പോലെ രജിസ്ട്രേഷൻ എടുക്കണം. ഓക്കെ, സോ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്താണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായോ? അങ്ങനെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ടേൺ ഓവറിന്റെ പുറകെ പോകണ്ട. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തേ പറ്റൂ, രജിസ്റ്റർ ചെയ്തേ പറ്റൂ. ഇനി രജിസ്ട്രേഷൻ കമ്പൽസറി. എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മേക്കിംഗ് ടാക്സബിൾ സപ്ലൈ ഇൻ ഇന്ത്യ ഹാസ് ടു കമ്പൽസറിലി ടേക്ക് രജിസ്ട്രേഷൻ. ദർ ഈസ് നോ ത്രെഡ്ഹോൾഡ് ലിമിറ്റ് ഫോർ രജിസ്ട്രേഷൻ. ഈ പറയുന്നത് പോലെ മിനിമം മാക്സിമം ലിമിറ്റ്സും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ കണക്റ്റഡ് exercise the option to pay tax under the composition levy. Okay, cannot. അതായത് a casual taxable person cannot exercise option to pay the composition levy. Composition levy എന്താണെന്ന് നമുക്ക് പറയാം, നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. composition levy എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പെട്ടെന്ന് പറഞ്ഞു തരാനാണെങ്കിൽ, ഇപ്പം ഇങ്ങനെ ഒരു പോയിന്റ് കയറി വന്നതുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ടാക്സ് കൊടുക്കും അല്ലെ. ഓരോ സിംഗിൾ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഓരോ സിംഗിൾ ട്രാൻസാക്ഷനും ടാക്സ് കൊടുക്കും. പക്ഷേ അണ്ടർ കോമ്പോസിഷൻ ലെവി നമുക്ക് എന്ത് ചെയ്യണ്ട, ഓരോ സിംഗിൾ ട്രാൻസാക്ഷൻസിന് ടാക്സ് കൊടുക്കണ്ട, പകരം നമ്മുടെ ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ടാക്സ് അടച്ചാൽ മതി. മനസ്സിലായി? അതെന്താണ്, അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ അതായത് ഓരോ സെയിൽ ട്രാൻസാക്ഷൻസിനും നമുക്ക് GST നമ്മൾ വാങ്ങിക്കുന്നില്ല, GST നമ്മൾ പേ ചെയ്യുന്നില്ല. ടോട്ടൽ നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയാണോ അതിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, GST പേ ചെയ്യാൻ പോണേ. അത് നമുക്ക് ആ കോമ്പോസിഷൻ ലഭ്യം ഭയങ്കര വലിയൊരു ചാപ്റ്റർ അത് പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ,
നിർബന്ധമായിട്ടും ക്യാഷ് ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പോലും ഏത് സ്റ്റേറ്റിലാണോ പോണേ ആ സ്റ്റേറ്റിൽ നിന്ന് രജിസ്റ്റർ ചെയ്യണം. എങ്ങനെയായിട്ട്? ക്യാഷ് ടാക്സബിൾ പേഴ്സൺ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ആൾക്ക് ഏത് ഓപ്റ്റ് ചെയ്യാനും പറ്റില്ല. നമ്മുടെ കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്ന സാധനം ഓപ്റ്റ് ചെയ്യാനും പാടില്ല. ഓക്കെ, അടുത്തത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് പോവാണ് അല്ലെ, കോച്ചിങ്ങിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് നോക്കണേ. Okay, a cash or taxable persons are required to obtain GST registration under a special category at least 5 days prior to the undertaking of business. എങ്ങനെയായിരുന്നു? Cash or taxable persons are required to obtain GST registration under a special category at least 5 days prior to the undertaking of business. That means കേരളത്തിൽ എപ്പോഴാണോ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് 5 ദിവസം മുമ്പെങ്കിലും എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഓക്കെ, നമുക്കറിയാവുന്നതാണ്. അതായത് രജിസ്ട്രേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ആ പ്രൊസീജിയർ എടുത്തത് അല്ലെ. കാരണം രജിസ്ട്രേഷൻ പ്രൊസീജിയറിനകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു എപ്പോഴാണോ നിങ്ങൾ ലയബിൾ ആവുന്നത് വിത്തിൻ 30 days, അതിന് മുമ്പ് അല്ലെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ ഈ ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സന്റെ കേസ് വന്നപ്പോൾ അതാകെ മാറി. എന്നാണോ നിങ്ങൾ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഫോർ അതിന് 5 ദിവസം മുമ്പ്, അറ്റ്ലീസ്റ്റ് 5 days prior to the undertaking business. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി there is no special form to register as a cash or taxable person. Cash or taxable person വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫോമോ കാര്യങ്ങളോ ഒന്നുമില്ല. The cash or taxable person can use the normal GST REG 01 which is used by other taxable person for the registration. ഏത് തന്നെയാ നമ്മൾ പഠിച്ച GST REG 01 എന്ന് പറയുന്ന ഫോം തന്നെ മതി. പക്ഷേ ആ ഡേയ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. 30 ദിവസം വരെ അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ എന്നല്ല പറയണേ. എന്നാണോ നിങ്ങൾ വേറെ സ്റ്റേറ്റിൽ പോയിട്ട് ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് 5 ദിവസം മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇനി എ ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സൺ ബിഫോർ അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ഡിക്ലെയറിംഗ്, നോർമൽ കേസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ പാൻ നമ്പർ കാണിക്കണം, മൊബൈൽ നമ്പർ കാണിക്കണം, ഇമെയിൽ അഡ്രസ്, സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി പറഞ്ഞിരിക്കുന്നു നോക്കി, ഇൻ Part A of Form GST REG 1, a common portal either directly or through facilitation center notified by the commissioner. മനസ്സിലായി? അതായത് നോർമൽ രീതിയിൽ കോമൺ പോർട്ടലിനകത്ത് ചെയ്യാം. ദാറ്റ് മീൻസ് നെറ്റിൽ കയറി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫെസിലിറ്റേഷൻ സെന്റർ. ആര് നോട്ടിഫൈ ചെയ്യുന്നത്? നോട്ടിഫൈഡ് ബൈ ദ കമ്മീഷണർ നോട്ടിഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇതിനകത്ത് പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഏത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യണമെന്ന് മാത്രം. ഈ പറയുന്നത് പോലെ വേറെ സ്റ്റേറ്റിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 5 ദിവസം മുമ്പ് തന്നെ ചെയ്യണം എന്ന് മാത്രം. ഇനി നോക്കി, ദ പാൻ നമ്പർ, ദ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഷാൽ ബി വാലിഡേറ്റ് ഓൺലൈൻ ബൈ ദ കോമൺ പോർട്ടൽ ഫ്രം ദ ഡാറ്റാബേസ് മെയിൻറ്റൈൻഡ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. The mobile number declared shall be verified through one-time password sent to the mobile number, and the email address shall be verified through a separate one-time password sent to the said email. That means നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാൻ നമ്പർ അല്ലെ, നമ്മൾ കൊടുത്തിരിക്കുന്ന പാൻ നമ്പർ അവർ വാലിഡേറ്റ് ചെയ്യും. കൂടാതെ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിനകത്ത് ഒരു OTP അയക്കും. ഏതിനകത്തും നമ്മുടെ രജിസ്റ്റേർഡ് മെയിലിനകത്തും OTP അയക്കും. സാധാരണ രീതിയിൽ നമ്മൾ എല്ലാവരുടെയും ചെയ്യുന്നത് പോലെ തന്നെ. അങ്ങനെയല്ലേ? ഏതെങ്കിലും ഒരു പോർട്ടലിനകത്ത് കയറിയിട്ട് നമ്മുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐഡിയോ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ OTP അയക്കാറുണ്ട്. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കി, ഓൺ സക്സസ്ഫുൾ വെരിഫിക്കേഷൻ ഓഫ് ദ പാൻ നമ്പർ, മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ അഡ്രസ്, എ ടെമ്പററി റെഫറൻസ് നമ്പർ ഷാൽ ബി ജനറേറ്റഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ടു ദ applicant on the said mobile number and email address. ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് വരും? ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് ഒരു ടെമ്പററി റെഫറൻസ് നമ്പർ ക്രിയേറ്റ് ആവും. അത് ആര് ഇൻഫോം ചെയ്യും? ഈ പറയുന്ന ക്യാഷ് ഓർ ടാക്സ് ആരാണ് അപ്ലിക്കന്റ് അങ്ങേരെ ഇൻഫോം ചെയ്യും, മൊബൈലിലോട്ടും ഇമെയിലോട്ടും. Using the reference number generated, the applicant shall electronically submit an application in Part B of Form GST REG 01. അതായത് അവിടെ ആ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ പാർട്ട് എ ക്ലിയർ ചെയ്താൽ ഈ പറയുന്ന വെരിഫിക്കേഷൻ ഓതന്റിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് പാർട്ട് ബി GST REG 01 പാർട്ട് ബി നമുക്ക് ഫിൽ ചെയ്യാം. Duly signed and verified through electronic verification code along with the documents specified in form at the common portal either directly or through facilitation center notified by the commissioner. ഏതുപോലെ തന്നെയാണ് പറയണേ, നമ്മൾ നോർമൽ കേസിനകത്ത് പഠിച്ച GST REG 01 തന്നെയാണ് ഇവിടെ ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സൺ എന്ന് പറയുന്ന ആൾ കൊടുക്കേണ്ടത്. അത് ഈ പറയുന്നത് പോലെ അവിടെ ചെയ്തതുപോലെ ആ ഡോക്യുമെന്റ്സ് കൊടുക്കണം, മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും വാലിഡേറ്റ് ചെയ്യണം. നമുക്കൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു റെഫറൻസ് നമ്പർ കിട്ടും. ആ റെഫറൻസ് നമ്പർ വെച്ചിട്ട് നമുക്ക് പാർട്ട് ബി എന്ന് പറയുന്ന സാധനം ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഓർത്തിരിക്കാനുള്ളത് ആ ഡേയ്സ് മാത്രമാണ് അവിടെ. ദാറ്റ് മീൻസ് ഏതിന്റെ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്നാണോ നിങ്ങൾ ലേബിൾ ആവുന്നത് വിത്തിൻ 30 days എന്നാണ് പറയണേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? GST ആ സ്റ്റേറ്റിനകത്ത് GST എടുത്തേ പറ്റൂ. ഏതായിട്ട്? ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സൺ ആയിട്ട്. ഇനി അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. ഓക്കെ,
ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അവിടെ തന്നെ കിടക്കട്ടെ. നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോവാണ്. ഈ പറയുന്നത് പോലെ ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് ഒരു ചെറിയൊരു ഇടവേളകളിൽ അവിടെ പോയി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. സോ ഈ പറയുന്നത് പോലെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കൂടെ ഓർത്തിരിക്കേണ്ട എന്നറിയാവോ, അവിടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടക്കണം. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായി? കൂടുതലാണ് അടച്ചെങ്കിൽ ഒരു റീഫണ്ട് വരും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു 10 ദിവസത്തെ സെയിൽസിന് വേണ്ടിയിട്ടാണ് പോണേ, 10 ദിവസം സെയിൽസിന് എത്ര രൂപ വരെ GST വരാം എന്ന് പറഞ്ഞ് നമ്മളൊരു ഫിഗർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എന്തായിട്ട് തന്നെ അടക്കണം? അഡ്വാൻസ് ആയിട്ട് തന്നെ അടക്കണം. അതിനൊരു പ്രൊസീജിയർ കൂടെ ഉണ്ട്. നോക്കി, ദ അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. ദ കോമൺ പോർട്ടൽ ആഫ്റ്റർ മേക്കിംഗ് ദ മാൻഡേറ്ററി അഡ്വാൻസ് ഡെപ്പോസിറ്റ് ഓഫ് ടാക്സ് ഫോർ ആൻ amount equivalent to the estimated tax liability of such a person for the period for which the registration is sought will be give the applicant a temporary reference number. ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു അഡ്വാൻസ് ഡെപ്പോസിറ്റ് ഓഫ് ടാക്സ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇക്വലന്റ് ടു ദ എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റി. എത്രത്തോളം ആവാം നമ്മുടെ ടാക്സ് ലൈബിലിറ്റി അത് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അത് ആ ടാക്സ് എമൗണ്ട് നമ്മൾ അവിടെ എന്തായിട്ട് അടക്കണം? അഡ്വാൻസ് ആയിട്ട് അടക്കണം. ഇനി പറഞ്ഞിരിക്കുന്ന ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷാൽ ബി ഇഷ്യൂഡ് ഇലക്ട്രോണിക്കലി ഓൺലി ആഫ്റ്റർ ദ സെഡ് ഡെപ്പോസിറ്റ് അപ്പിയേഴ്സ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. മനസ്സിലായി? ഒരു പുതിയ വേർഡാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അത് എന്താണെന്ന് പറയാം. അതായത് നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്ത് ആ എമൗണ്ട് കയറി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്നത് പോലെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓക്കെ. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ ആ എമൗണ്ട് അഡ്വാൻസ് ടാക്സ് എത്രയാണോ അത് പേ ചെയ്യണം. ആ പേ ചെയ്തത് നമ്മുടെ എവിടെ കാണണം? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്ത് കാണണം. ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഷാൽ ബി ക്രെഡിറ്റഡ് ടു ദ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഓഫ് ദ ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സൺ. ഇനി on depositing the amount, an acknowledgement shall be issued electronically to the applicant in form GST RAG 02. നമ്മൾ നേരത്തെ പഠിച്ച അതേ ഫോം GST RAG 01 സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്നോളജ്മെന്റ് പറഞ്ഞാൽ 02 സോ ഈ പറയുന്ന പോലെ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത് നമ്മുടെ ഏതിനകത്ത് വന്നാൽ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്ത് വന്നാൽ നമുക്ക് രജിസ്ട്രേഷൻ ഓക്കെ ആവും, നമുക്ക് അക്നോളജ്മെന്റും കിട്ടും. ഓക്കെ, നോക്കി, എ ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സൺ ക്യാൻ മേക്ക് ദ ടാക്സബിൾ സപ്ലൈ ഓൺലി ആഫ്റ്റർ ദ ഇഷ്യൂവൻസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? ഈ പറയുന്നത് പോലെ നമ്മൾ അവിടെ ബിസിനസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സൺ എന്ന് മനസ്സിലാക്കുക. അങ്ങേർക്ക് ഫിക്സഡ് പ്രൈസ് ആയിട്ടുള്ള ബിസിനസ് ഇല്ലാത്ത സ്റ്റേറ്റിനകത്തോ യൂണിയൻ ടെറിട്ടറിക്കകത്തോ പോകണമെങ്കിൽ GST RAG 01, 02 എന്നുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. എന്നിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. എത്ര ദിവസം മുമ്പ്? 5 ദിവസം മുമ്പ്. അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ദിവസം മുമ്പ് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ആ പുള്ളിക്കാരൻ അവിടെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബിസിനസ് ചെയ്യാനും പാടുള്ളൂ. ഇനി പറയുന്നത് ഇത് കൂടാതെ അവിടെ നമ്മൾ എന്തായിട്ട് അടയ്ക്കണം? അഡ്വാൻസ് ആയിട്ട് എസ്റ്റിമേറ്റഡ് ടാക്സ് ലൈബിലിറ്റി എത്രയാണെന്ന് നോക്കിയിട്ട് അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണം. മനസ്സിലായി? അഡ്വാൻസ് ആയിട്ട് അത് നമ്മൾ അടയ്ക്കണം. ആ അടയ്ക്കുന്നത് എവിടെ കാണണം? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്ത് കാണണം. ഓക്കെ, സോ 2 ലെഡ്ജേഴ്സ് ആണുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഉണ്ട്. നമുക്ക് ആ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ പറയാം. ഇപ്പം നമുക്ക് നിങ്ങൾ ചുമ്മാ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അക്കൗണ്ട്സിനെ കുറിച്ച് പറയാം. ഒന്ന് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറും പിന്നെ ഒന്ന് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറും. ഇൻപുട്ട് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് അല്ലെ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം? സെയിൽ ചെയ്യുന്ന നേരത്തെ ടാക്സ് കളക്ട് ചെയ്യുന്ന നേരത്ത് ഈ പറയുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. സോ നമ്മൾ എത്രയാണോ നമ്മുടെ സപ്ലയേഴ്സിന് നമ്മൾ ക്യാഷ് ആയിട്ട് ടാക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ കൊടുത്തിരിക്കുന്നത് മൊത്തം ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്ത് വരും. മനസ്സിലായി? നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് എത്രയാണോ ടാക്സ് ആയിട്ട് വാങ്ങിക്കുന്നത് അത് നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്ത് വരും. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ സെറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടാക്സ് പേ ചെയ്താൽ മതി. സോ ഇവിടെ ഇങ്ങനെ ഒരു പുതിയ ടേം കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. എങ്ങനെയായിരുന്നു? നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന ടാക്സുകൾ ഫുള്ളായിട്ട് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിനകത്തും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കാൻ വേണ്ടി കളക്ട് ചെയ്യുന്ന എമൗണ്ടിനെ ഏത് ലെഡ്ജറിനകത്ത് വരും? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്തും വരും. മനസ്സിലായി? സോ കുറേ കാര്യങ്ങളായി നമ്മൾ പഠിക്കുന്നു. ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സൺ എന്താണ്? രജിസ്ട്രേഷൻ എപ്പോൾ എടുക്കണം? RAG 01, 02 ഇതെല്ലാം പഴയതുപോലെ തന്നെയാണ്. അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടയ്ക്കണം. ആ അടച്ച ടാക്സ് ഏതിനകത്ത് വരണം? നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിനകത്ത് വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് നോക്കാം. വാലിഡിറ്റി ഓഫ് രജിസ്ട്രേഷൻ. Okay, the certificate of registration shall be valid for a period specified in the application of registration or the 90 days from the effective date of registration, whichever is earlier. 90 days. അതായത് വേറൊരു സ്റ്റേറ്റിൽ പോയി നിങ്ങൾക്ക് ഇതേപോലെ ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് ചെയ്യണമെങ്കിൽ ആ അപ്ലിക്കേഷനകത്ത് നിങ്ങളൊരു ഡേറ്റ് എഴുതിയിട്ടുണ്ടാവും അല്ലെ? ഇത്രയും സമയം വരെ അല്ലെങ്കിൽ ഇത്രയും നാൾ വരെ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ബിസിനസ് ചെയ്യണം. അതിനകത്ത് എഴുതിയിരിക്കുന്നത് വരെ ഓർ 90 days, whichever is earlier. That means മാക്സിമം നമുക്ക് ഈ പറയുന്ന ക്യാഷ് ഓർ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് നമുക്ക് എത്ര ദിവസം വരെ മാത്രമേ കിട്ടുള്ളൂ? 90 days മാത്രമേ കിട്ടുള്ളൂ. ഓർത്തിരിക്കണം.
ഓർത്തിരിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു GST ആണ്, ലോ ആണ്. നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അത് ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നോട്ട്ബുക്കും പേനയും കൂടെ കയ്യിലുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ, അത് ഏത് ലോ പഠിക്കുവാണെങ്കിലും ശരി, നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള 2-3 കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ പറയുന്ന നമ്പർ ഓഫ് ഡേയ്സ്, പിന്നെ ഒന്ന് എമൗണ്ട്, പിന്നെ ഒന്ന് പെർസെൻറ്റേജ്. ഓക്കെ, ആവശ്യത്തിലുള്ള സെക്ഷൻസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട്. പിന്നെ ഈ പറയുന്നത് പോലെ പീരീഡ്, എത്ര ദിവസമാണ്, കാലാവധി. ഇത് ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്തത്. ഏതിപ്പം നമ്മുടെ കമ്പനി ലോ ആണെങ്കിലും ടാക്സ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിലും എല്ലാം ഒരു ഷോർട്ട് നോട്ട്സ് പോലെ എടുത്തു വയ്ക്കും, ഇടയ്ക്കിടയ്ക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? സോ അത് മറന്നു പോകല്ല. നിങ്ങളും അതേപോലെ തന്നെ ഫോളോ ചെയ്യുക താല്പര്യമുള്ളവർ. ഈ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു ബുക്ക് വെച്ച് ആ ബുക്കിനകത്ത് ഈ പറയുന്ന ഡേയ്സും കാര്യങ്ങളെല്ലാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇവിടെ പറഞ്ഞത് കാഷ്വൽ പേഴ്സൺ ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് എത്ര വരും? 90 ഡേയ്സ് വരെ മാക്സിമം കിട്ടും. The proper officer may extend registration for a period not exceeding 90 days. The casual taxable person shall make an advance deposit of tax in an amount equivalent to the estimated tax liability of such a person for the period for which the extension of registration is sought. എന്താണ്? The proper officer may extend registration for a period not exceeding 90 days. അതായത് ഇപ്പൊ 90 ഡേയ്സ് വരെയാ, നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. മനസ്സിലായി? അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? an amount equivalent to estimated, അതായത് അഡീഷണലി ഇനി എത്ര ദിവസത്തേക്കാണോ വേണ്ടത് അതും കൂടെ നിങ്ങൾ എന്തായിട്ട് അടക്കേണ്ടി വരും? അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടക്കേണ്ടി വരും. അതാണ് പറഞ്ഞിരിക്കുന്നത്. The casual taxable person shall make an advance deposit of tax in an amount equivalent to the estimated tax liability of such a person for the period for which the extension of registration is sought. മനസ്സിലായി? ഇപ്പൊ ആദ്യം നിങ്ങളൊരു 40 ദിവസത്തേക്ക് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കൊടുത്തു എന്ന് വിചാരിക്കുക. സോ ആ 40 ദിവസത്തേക്ക് എത്രയാണോ അഡ്വാൻസ് ടാക്സ് ആയിട്ട് വരേണ്ടത് അത് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ലയബിലിറ്റി ആയിട്ട് നിങ്ങൾ പേ ചെയ്തു എന്ന് വിചാരിക്കുക. ആഫ്റ്റർ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ അതിന് ഇക്വലന്റ് ആയിട്ട് കയറി വരുന്ന അഡ്വാൻസ് ടാക്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് മാത്രം പേ ചെയ്യണം എന്ന് മാത്രം. നോക്കാം. റിട്ടേൺസ്. എന്താ റിട്ടേൺ എന്ന് അറിയാലോ? എന്തായിരുന്നു? നമ്മൾ ടാക്സ് നമ്മൾ അസസ് ചെയ്ത് ഗവൺമെന്റിനെ അറിയിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിട്ടേൺ എന്ന് പറയുന്നത്. ഇൻകം ടാക്സിനകത്ത് കയറി വരുന്ന അതേ പ്രൊസീജിയർ തന്നെ. നോക്കി, the casual taxable person is required to furnish the following returns electronically through a common portal, either directly or through a facilitation center notified by the commissioner. So casual taxable person ആണെങ്കിൽ ഫോം GSTR1, GSTR2 and GSTR3 ഇങ്ങനെ 3 റിട്ടേൺസ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ഗിവിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് outward supplies of goods or services to be filed on or before the 10th day of the following month. ഈ മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ മാസത്തെ ഡീറ്റെയിൽസ് ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പ് ഏതൊക്കെയാണ് നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈസ്, നമ്മൾ ഏതൊക്കെ ഗുഡ്സോ സർവീസസുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രൊവൈഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് എന്ത് വാങ്ങിക്കും? നമ്മൾ ടാക്സ് വാങ്ങിക്കും, അല്ലെ? സോ ഏതൊക്കെ തരത്തിലുള്ള ഗുഡ്സോ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കണേ എന്ന് നോക്കുക. എന്നിട്ട് അത് എപ്പോ? ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? GSTR1 സബ്മിറ്റ് ചെയ്യണം. And the second one, form GSTR2, giving the details of inward supplies to be filed after 10th but before the 15th day of the following month. 10-ാം തീയതിക്ക് ശേഷം 10-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സുകളെ കുറിച്ച് കാണിക്കണം. 10-നും 15-നും ഇടയ്ക്ക് അടുത്ത മാസം 10-നും 15-നും ഇടയ്ക്ക് നിങ്ങൾ എന്ത് കാണിക്കണം? നമ്മുടെ ഇൻവേർഡ് സപ്ലൈസ് എന്തൊക്കെയാണ്, നമ്മുടെ ഇൻപുട്ട് ടാക്സ് എത്രയൊക്കെയാണെന്ന് കാണിക്കണം. And the third one, GSTR3, to be filed after the 15th day but before the 20th day of the following month. 15-നും 20-നും ഇടയ്ക്കായിട്ട് ഈ പറയുന്നത് പോലെ എന്ത് ചെയ്യണം? GSTR3 കാണിക്കണം. ഇതിന്റെ സെറ്റ് ഓഫ് ആണെന്ന് വേണേൽ പറയാം. സോ നമ്മൾ എത്രയൊക്കെയാണോ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് അതെല്ലാം GSTR1 ഈ മാസത്തെ ഡീറ്റെയിൽസ് അടുത്ത മാസം 10-ാം തീയതിക്ക് ശേഷം ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ഓൺ ഓർ ബിഫോർ 10-ാം തീയതിക്ക് മുമ്പായിട്ട് ചെയ്യണം. ഇനി GSTR2 എപ്പോൾ കൊടുക്കണം? 10-നും 15-നും ഇടയ്ക്ക് കൊടുക്കണം. അവിടെ നമ്മൾ ആർക്കൊക്കെയാണോ ടാക്സ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ സപ്ലയേഴ്സ് ആർക്കൊക്കെയാണോ അതിന്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കേണ്ടത്. ഇത് രണ്ടിനെയും കൂടെ സെറ്റ് ഓഫ് ചെയ്ത് 20-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ ഏത് കൊടുക്കണം? GSTR3 എന്ന് പറയുന്ന സാധനം കൊടുക്കണം. ഇനി നോക്കി, ആനുവൽ റിട്ടേൺ. However, a casual taxable person shall not require to file any annual return as required by the normal registered taxpayer. ഒരു നോർമൽ ടാക്സ് പെയർ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കൊടുക്കും. നമുക്കത് റിട്ടേൺസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സോ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസിന് അങ്ങനെയുള്ള ആനുവൽ റിട്ടേണോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട. ഈ പറയുന്ന പോലെ GSTR1, 2, 3 ഈ 3 റിട്ടേൺസ് മാത്രം ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? അടുത്ത പോയിന്റ് നോക്കി, റീഫണ്ട് ബൈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ.
അതായത് the casual taxable person is eligible for the refund of any balance of the advance tax deposited by him after adjusting his tax liability. മനസ്സിലായി? നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്വാൻസ് ടാക്സ് കൂടുതലാണെന്ന് വിചാരിക്കുക, നമുക്ക് റീഫണ്ട് കിട്ടും. The balance advance tax deposit can be refunded only after all the returns have been furnished in respect of the entire period for which the certificate of registration was granted to him had remained in force. മനസ്സിലായി? ഈ പറയുന്നത് പോലെ ആ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷനകത്ത് പറയുന്ന സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറയുന്ന പോലെ GSTR 1, 2, 3 എല്ലാം രജിസ്റ്റർ ചെയ്യണം, എല്ലാം സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? റീഫണ്ട് കിട്ടുള്ളൂ. The refund relating to the balance of electronic cash ledger has to be made in serial number 14 of the last form GSTR 3 required to be furnished by him. അതായത് എത്രയാണോ നമുക്ക് കിട്ടേണ്ടത് അത് ഈ പറയുന്നത് പോലെ നമ്മുടെ സീരിയൽ നമ്പർ 14 GSTR 3 നമ്മൾ സീരിയൽ നമ്പർ 14 അത് കാണിക്കണം. നമുക്ക് എത്ര രൂപയാണോ റീഫണ്ട് കിട്ടാനുള്ളത് എന്നുള്ളത് കാണിക്കണം. If the estimated tax is much more than what is the payable, it would be lengthy process to obtain a refund. In the absence of output tax in the state where the goods or services has been supplied as a casual taxable person, input tax credit also cannot be claimed. മനസ്സിലായി? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് cannot be claimed. അതിനെക്കുറിച്ചാണ് അടുത്ത പോയിന്റ് പറയുന്നത്. നോക്കി, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് shall be availed in respect of goods or services or both received by a casual taxable person. The tax paid by a casual taxable person shall be available as credit to the respective recipient. എന്തായിരുന്നു? Okay, the taxes paid by the casual taxable person shall be available as a credit to the respective recipient. മനസ്സിലായി? എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ടാക്സ് ആയിട്ട് ക്ലെയിം ചെയ്യാനും പറ്റും. ആ രണ്ട് പോയിന്റ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. മനസ്സിലായി? ഇവിടെ പറഞ്ഞ എന്താ? ഇഫ് ദ എസ്റ്റിമേറ്റഡ് ടാക്സ് ഈസ് മച്ച് മോർ ദാൻ വാട്ട് ഈസ് പേയബിൾ, it would be lengthy process to obtain a refund. മനസ്സിലായോ? In the absence of output tax in the state where the goods or services has been supplied as a casual taxable person, input tax credit cannot be claimed. എന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ നമ്മൾ ടാക്സ്, ഈ അഡ്വാൻസ് ആയിട്ട് അടച്ചിരിക്കുന്ന ടാക്സ് അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനും പാടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സാധനം ക്ലെയിം ചെയ്യാനും പാടില്ല. ഓക്കെ, നോർമൽ കേസ് പോലെ തന്നെയാണ്. നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ യാതൊരുവിധ കുഴപ്പമില്ല, നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും കാര്യങ്ങളും ഫയൽ ചെയ്യാം, ക്ലെയിം ചെയ്യാം. നമ്മുടെ റെസിപ്പിയന്റിനാണെങ്കിലും കുഴപ്പമില്ല. സിറ്റുവേഷൻ മനസ്സിലായി? 2-3 എക്സാമ്പിൾസും കൂടെ പറഞ്ഞിട്ടുണ്ട്. Mr. Gold runs a retail shop for handmade jewelry and is registered in Chennai. Mr. Gold is planning to sell the jewelry at an exhibition in Mumbai to be held from the 1st January 2018 to 10th January 2018. Advise him regarding to the registration and payment of GST. മനസ്സിലായി? നോക്കി, ജനുവരി 1 തീയതി തൊട്ട് 10 തീയതി വരെയാണ്. എന്തായിരിക്കും? തീർച്ചയായിട്ടും കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിരിക്കും. കാരണം ചെന്നൈയിലാണ് അങ്ങേര് രജിസ്റ്റർ ചെയ്തിരിക്കണേ, അങ്ങേര് മുംബൈയിലാണ് പോകേണ്ടത്, അവിടെ പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ല. സോ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്. എന്ത് ചെയ്യണം? 5 ദിവസം മുമ്പ് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണം, അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. അല്ലെ? ആൻസർ നോക്കി, മിസ്റ്റർ ഗോൾഡ് ഷുഡ് അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ആസ് എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ വിത്തിൻ 5 days prior to the date of commencing the exhibition on 1st January 2018. മനസ്സിലായി? മിസ്റ്റർ ഗോൾഡ് ഷുഡ് ആൾസോ മേക്ക് ആൻ അഡ്വാൻസ് ഡെപ്പോസിറ്റ്. ദാറ്റ് മീൻസ് എന്നാണോ ബിസിനസ് തുടങ്ങുന്നത് അതിന് വിത്തിൻ 5 days prior to the date of commencing business. ഓക്കെ, എന്നിട്ട് അതിന്റെ അഡ്വാൻസ് ആയിട്ടുള്ള എമൗണ്ടും അടയ്ക്കണം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ആൻഡ് ദ സെക്കൻഡ് വൺ, X Limited is an advertising company located in Chennai and it is registered as a normal tax person. Now they have secured an assignment to manage digital marketing for Koti Deepavali festival which will take place in Hyderabad. So എവിടെയായിരുന്നു? ചെന്നൈയിലായിരുന്നു, ഹൈദരാബാദ് തെലങ്കാനയിലാണ്. This will require X Limited to display some resources in Hyderabad until the festival is over. Advise X Limited to obtain a separate registration in the state of Telangana. അതായത് അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ രജിസ്ട്രേഷൻ എടുക്കണോ എന്നാണ് നോക്കണേ. എന്താ പറഞ്ഞിരിക്കണേ? ഇൻ ദിസ് കേസ് എക്സ് ലിമിറ്റഡ് ഡസ് നോട്ട് ഹാവ് ടു മെനി അസൈൻമെന്റ്സ് കമ്മിങ് ഫ്രം ഹൈദരാബാദ്, ദെൻ ക്യാൻ രജിസ്റ്റർ ആസ് എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഇൻ തെലങ്കാന ഫോർ 90 days. മനസ്സിലായി? കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് ചെയ്യാം. ദിസ് വിൽ എനേബിൾ ദ ഓർഗനൈസർ ഓഫ് ദ ഫെസ്റ്റിവൽ ടു ടേക്ക് ദ ഇൻപുട്ട് ക്രെഡിറ്റ്സ് ഓൾ GST പെയ്ഡ് ബൈ എക്സ് ലിമിറ്റഡ്. മനസ്സിലായല്ലോ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്, നമ്മുടെ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിനെ മാത്രമാണ് ഇതേപോലെ വലുതായിട്ടൊരെണ്ണം പഠിക്കാനുള്ളത്, പിന്നെയുള്ളത് ചെറുതൊരെണ്ണം.
നമ്മുടെ നോൺ റെസിഡൻറ്റിൻ്റെ. നമുക്ക് അടുത്ത വീഡിയോയിൽ അതെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.